Hi everyone, it's me Riyas. You are watching Riyas Tech World YouTube channel. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് Asus Max M1 zenfone Max M1 ഗൂഗിൾ പ്ലേ സർവീസ് സ്റ്റോപ്പ്ഡ് കാണിക്കുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ UFI വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനൽ. Subscribe now and press the bell icon. Never miss an update. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാക്സ് M1 ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഗൂഗിൾ പ്ലേ സർവീസ് കീപ് സ്റ്റോപ്പിംഗ് കണ്ടില്ലേ, വർക്കിംഗ് സംടൈംസ്. ഗൂഗിൾ പ്ലേ സർവീസ് ഒന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സിസ്റ്റം സെറ്റിങ്സിൽ അബൌട്ട് സോഫ്റ്റ്വെയർ ബേസ് ബാൻഡ് വേർഷൻ ജെൻസ് പാക്ക് ഫോൺ വേർഷൻ ww1500. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൺ അഴിച്ചിട്ടുണ്ട്. ഫോൺ അഴിച്ചിട്ട് EDL, ഇതാണ് EDL പോയിൻ്റ്, X00PD മാക്സ് M1. ഇതിൻ്റെ EDL പോയിൻ്റ് ഇത് രണ്ടുമാണ്. ഓക്കെ, നമുക്ക് സിസ്റ്റം കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തു. ഡിവൈസ് മാനേജറിൽ നമ്മൾ ഡ്രൈവർ ചെക്ക് ചെയ്യാണ്. ഹോം പോർട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ക്വാൾകോം HS USB ലോഡ്, QD ലോഡ് 9008. നമ്മളിപ്പോൾ UFIയിലാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവർ ഇവിടെ എടുത്തിട്ടുണ്ട്. USB ക്വാൾകോം HS USB 9008 പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഞാൻ ഇട്ടേക്കാം. GSM ഡെവലപ്പേഴ്സ് ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അൺസിപ്പ് ചെയ്തു. അപ്പോൾ ഫയൽ ഡൗൺലോഡ് ചെയ്ത അൺസിപ്പ് ചെയ്ത ഫോൾഡറിൽ നിന്ന് firmware Asus zenfone Max ZB555. അപ്പോൾ firmware Asus zenfone Max ZB555KL ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 8917 ആണെങ്കിൽ XML for 2GB, ഇത് 3GB 8937. നമ്മുടെ 3GB ആണ്, ഞാൻ നോക്കി 3GB ഹാൻഡ്സെറ്റാണ്.
നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ UFI പരിചയപ്പെടുത്തി തരാം. ഇപ്പം നമ്മൾ UFIയിലാണ് ചെയ്യുന്നത്. UFI ക്വാൽകോം, അസ്യൂസ് ക്വാൽകോം. നമുക്കിതിനകത്ത് നമ്മൾ ഫയർ ഹോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ടാസ്ക് FRP, പിൻ അൺലോക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ക്വാൽകോം സെറ്റിൻ്റെ EDL പോയിൻ്റ് മനസ്സിലാക്കി വെച്ചേക്കണം. നമ്മളൊരു കുറേ സെറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയാണ് ക്വാൽകോം പോയിൻ്റ് വരിക എന്നുള്ളത്. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആണ് ഞാൻ ആദ്യം പറഞ്ഞ 3GB. 8937 3GB ആണ്. ബാക്കപ്പ്, യൂസർ ഡാറ്റ. അപ്പോൾ നമ്മുടെ ഫോണ് ഫ്ലാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാറ്ററി ഡിസ്കണക്റ്റ് ചെയ്തു. നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് സെറ്റപ്പ് ആസ് ന്യൂ കൊടുത്ത് നമുക്ക് നോക്കാം. ഇമെയിൽ ID FRP ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഇല്ലായിരുന്നു. OEM അൺലോക്ക് ആണോ എന്നും അറിയില്ല. FRP ഉണ്ട്. അപ്പം നമുക്ക് FRPയും അൺലോക്ക് ചെയ്യാം. ഓക്കെ, വീണ്ടും നമുക്ക് EDL പോയിൻ്റ് കണക്ട് ചെയ്യാം. കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രൈവർ കണക്റ്റ് ആയിട്ടുണ്ട്. ഫയർ ഹോസ് ഇട്ട് കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ഡിവൈസ് കൊടുക്കുക. FRP. അപ്പോൾ ക്ലിയർ FRP ലോക്ക് ഡൺ. അപ്പോൾ അങ്ങനെ നമ്മൾ FRP അൺലോക്ക് ചെയ്തിട്ടുണ്ട്.
സ്കിപ്പ്. നമ്മളിപ്പോൾ പിന്നോ പാസ്വേഡോ ഒന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുക, എല്ലാം സ്കിപ്പ് ചെയ്ത് പോവുക. നമുക്ക് വർക്ക് ചെയ്താൽ മതിയല്ലോ. സീരിയൽ നമ്പർ രജിസ്റ്റർ ഹിയർ ഒന്നുമില്ല. നമ്മുടെ കംപ്ലൈൻറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആയിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ FRP ഉണ്ടായിരുന്നു. FRP നമ്മൾ ചെയ്തു ഓൾറെഡി.